മോള് വരാൻ വേണ്ടി ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാമെന്ന്. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡിൽ പോയത്. ഒടുക്കത്തെ മഴയും ഒടുക്കത്തെ ട്രാഫിക്കുമായിരുന്നു. കുറച്ച് മഴയെന്ന് തോർന്നപ്പോൾ മോളെത്തി. പിന്നെ കുറച്ച് നേരം അവിടെ ഒതുങ്ങി നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വരുന്ന വഴിക്കൊരു കടയിൽ കയറി കുറച്ച് മുട്ടയും ഒരു ജ്യൂസും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. പിന്നെ നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്ത് ഡോറക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഫുഡ് റെഡിയാക്കാനുള്ള തിരക്കായിരുന്നു. ഒരുപാട് ലേറ്റായിപ്പോയി. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു. ബിരിയാണി ഉണ്ടാക്കാനാണ് ഇന്നത്തെ തീരുമാനം. അങ്ങനെ കുറച്ച് ബാസ്മതി റൈസ് എടുത്ത് അതും മസാലയെല്ലാം ഇട്ട് പ്രത്യേകം ചോറ് വെച്ചു. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പം ചിക്കനും ചോറും സെപ്പറേറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്താണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരുമിച്ചിട്ട് വയ്ക്കുന്നത് ചേട്ടന് ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ സെപ്പറേറ്റ് വയ്ക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ 2-3 മുട്ടയും കൂടെ എടുത്ത് ഞാൻ അതിൽ കൂടെ വേവിച്ച് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് എടുക്കാനാണ് ശ്രമിക്കുന്നത്. മുട്ട ഓട്ടമായിരുന്നു. പിന്നെ അതെല്ലാം കൂടെ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല ചേർത്ത് ഒതുക്കി തട്ടിക്കൂട്ടി ഒരു 10 നിമിഷം വച്ചതിന് ശേഷം നമ്മളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു തൈര് പച്ചടിയും കൂടെ ഇടുന്ന ഒരു സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ നല്ല തണുത്ത ഒരു കാലാവസ്ഥയിൽ ചിക്കൻ ബിരിയാണി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.